ഇത് കണ്ടോ, ഇത് ഞാൻ ഉച്ചയ്ക്ക് വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. കപ്പയും ഈ ലെഫ്റ്റ് ഓവർ മെഴുക്കുവരട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മീൻ വറുത്തതും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മീൻ വറുത്തതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചിരുന്നു കുറച്ച് സമയം. ചൂടാക്കിയൊക്കെ എടുത്തു. അപ്പം ഞാനങ്ങനെ കപ്പ കഴിക്കാറില്ല. കപ്പ ഇഷ്ടമുള്ള ആൾ ക്രിക്കറ്റ് കളിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ആ ആൾ വന്ന് കഴിച്ച വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ആ മീൻ ചൂടാക്കിയ പാത്രത്തിൽ കുറച്ച് അതിൻ്റെ അരപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇച്ചിരി അതിൻ്റെ അകത്ത് ആ കപ്പയുടെ സാധനം കൂടെ ഒന്ന് എടുത്ത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. ആ മീൻ വറുത്ത അരപ്പും അതിൻ്റെ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. പൊള്ളി സാധനം. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ബാക്കി വന്ന മെഴുക്കുവരട്ടിയോ കപ്പയോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. വേറെ ലെവൽ. കപ്പ ഐറ്റം കഴിച്ചു നോക്കി. കപ്പയും വൻപയറും മത്തി വറുത്തതും. സൂപ്പർ സൂപ്പർ. പിന്നെ എന്തൊക്കെയുള്ളത്? ഫ്രൈഡ് റൈസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ദാലുണ്ട്, പപ്പടമുണ്ട്. ഓക്കെ. അതായത് 9:30 തൊട്ട് 11:30 വരെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. കളിക്കാൻ പോയേക്കുമായിരുന്നു. കളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനം കപ്പയും മത്തി വറുത്തതും വൈറ്റ് റൈസും ദാലും പപ്പടം. ഒന്നും പറയാനില്ല.